ഇത് പിന്നെയും തീർന്നാ ഡാ അവിടെ ഒരു ബാറ്ററി എടുത്തേ, തീർന്നു. ഇതിപ്പോൾ കുറേ ആയല്ലോ. എൻ്റെ കയ്യിൽ വേറെ ഐറ്റം ഉണ്ട്, ഞാൻ പറഞ്ഞോളാം, മാറ്. ഹലോ ഗൈസ്, വെൽക്കം ടു സോംബോസ്കി വ്ളോഗ്സ്. അപ്പോൾ കുറച്ച് മുന്നേ കണ്ട ഇൻട്രോയും ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായി. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിന് മേളിലായി. ചെറിയ ഡിഫറൻസ് ഫേസിലും ചുറ്റോട്ടത്തെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലും സാമ്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സെയിം കോസ്റ്റ്യൂം എടുത്തു വന്നിരിക്കുന്നത്. എനിവേസ്, നമ്മളിത് പരിചയപ്പെടാൻ പോകുന്ന പ്രോഡക്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പോർട്രോണിക്സിൻ്റെ ലിഥിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററിയാണ്. വെറും ബാറ്ററി അല്ല, റീചാർജബിൾ ബാറ്ററിയാണ്. സോ നോർമലി ഇഷ്ടംപോലെ റീചാർജബിൾ ബാറ്ററി ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് ഇതിനെന്തിനാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻ്റ്ലി കുറച്ച് ഏബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ദ തിങ് ഈസ് ദാറ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു റീചാർജബിൾ ബാറ്ററി ആണെങ്കിലും നോർമലി ഉള്ള റീചാർജബിൾ ബാറ്ററിയിൽ നമ്മൾ സോക്കറ്റിനകത്ത് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുന്ന പോലെയല്ല, ഇതിൽ ഇൻബിൽറ്റ് ടൈപ്പ് സി പോർട്സ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ റീചാർജബിൾ കേബിളും അവൈലബിൾ ആണ്. ഇപ്പോൾ മനസ്സിലായതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. കുറച്ച് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്യാനായിട്ട് പേഴ്സണൽ യൂസിൻ്റെ ആവശ്യങ്ങളുണ്ട്. സോ ഒരു 1 month യൂസ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇത്രയും ഡിലേയും കൂടെ ആയത് ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട്. സോ ഇത് ഭയങ്കര സിമ്പിൾ സാധനമാണ്. ടൈപ്പ് സി 2 ബാറ്ററിയും അറ്റ് ദ സെയിം ടൈം ചാർജ് ചെയ്യാം. മേ ബി ഇപ്പോൾ ഒരു മൊബൈൽ അഡാപ്റ്ററിലോ മൊബൈൽ റീചാർജ് അഡാപ്റ്ററിലോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പിലോ എല്ലാം ചാർജ് ചെയ്താലും മതി. കുറച്ച് ക്ലോസപ്പ് ഷോട്ടിൽ കാണിച്ചു തരാം. നമ്മളുടെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു വെള്ളം കത്തുന്നുണ്ട്. ഇത് AA ബാറ്ററീസ് ആണ്. ഇതിൻ്റെ സെയിം സെറ്റപ്പിൽ തന്നെ AAA ബാറ്ററീസ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ സൈസ് കുറവാണ്. AA ബാറ്ററീസ് 1480 mAh ആണ് പവർ ഉള്ളത്. അപ് ടു 2 amps ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നോർമലി നമ്മളുടെ ടോയ്സിൽ, ഇപ്പം എനിക്കൊരു റിമോട്ട് കാറുണ്ട്, RC കാറുണ്ട്. സോ RC കാർസിൽ റിമോട്ട്സിൽ, കീബോർഡ്സിൽ, മൗസിൽ, മെയിനായിട്ട് മൗസിൽ ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇൻട്രോയിൽ കണ്ട പോലെ അത് കുറേ യൂസ് കേസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു ബാറ്ററി എടുക്കാമെന്ന് വിചാരിച്ചത്. ബാറ്ററി വാങ്ങിക്കാനായിട്ട് തന്നെ പോയത്. അപ്പോൾ ദിസ് വൺ ഈസ് ഗുഡ്. സോ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഏകദേശം 499 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓഫേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. 400 രൂപീസ് അടുത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ബാറ്ററിയെ പറ്റി നമുക്ക് അധികം ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഒരു കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ടൈപ്പ് സി പോർട്ട് തന്നെയായിരുന്നു. അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സീ ഗൈസ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു.